നമസ്കാരം. നമസ്തേ. CPM എങ്ങനെ തോറ്റു എന്നുള്ള വലിയ ചോദ്യത്തിന് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉത്തരവുമായി മാധ്യമങ്ങളെ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തളിപ്പറമ്പിൽ ശ്യാമളയെ നിർത്തിയത് വലിയ തരത്തിലുള്ള തിരിച്ചടിയായി എന്നുള്ള കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല ലീഗ് വല്ലാണ്ട് വർഗീയ ധ്രുവീകരണം ഈ ഇലക്ഷനിൽ നടത്തി എന്നുള്ളതും അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ വിജയം അവർക്ക് കിട്ടി എന്നുള്ള തരത്തിൽ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞു ഞാൻ കണ്ടു. പിന്നീട് വെള്ളാപ്പള്ളിക്കെതിരെ കൃത്യമായ നിലപാട് പറയാത്തത് വലിയ തരത്തിൽ തിരിച്ചടിയായി എന്നുള്ളതും കണ്ടു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇത് പാർട്ടി എന്താ പറയുക, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനം കിടക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം ഭരിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഓരോ 5 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇത് 10 വർഷം ലോങ് ആയതുകൊണ്ട് കുറച്ച് ഭരണവിരുദ്ധ വികാരം കൂടുതലായി എന്നുള്ളതിനപ്പുറം ഈ രണ്ട് നേതാക്കന്മാരും പിണറായി വിജയനും MV ഗോവിന്ദനും അപ്പോഴും ഇതിൽ ഉത്തരവാദികളല്ല എന്നുള്ള തരത്തിലുള്ള സാധനങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ CPM ഈ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ചോ? സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്നലത്തെ ശ്രീ ഗോവിന്ദന്റെ പത്രസമ്മേളനം ഞാനും ശ്രദ്ധിച്ചിരുന്നു. സത്യത്തില് പാർട്ടി വലുതായിട്ടൊന്നും പഠിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഏതെങ്കിലുമൊക്കെ രക്തസാക്ഷികളെ കണ്ടുപിടിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. അതായത് പിന്നെ ഇപ്പോ ഫവസ് പറഞ്ഞു, ഇത് ഈ ഒരു വിഷയം പറയുമ്പോൾ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ ലീഗ് അതല്ലെങ്കിൽ മറ്റ് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ആ സ്വയം വിമർശനം എന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു അടിസ്ഥാന ഘടകമാണ് പ്രവർത്തനത്തിൽ. ആ സ്വയം വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ ഒരു പത്രസമ്മേളനമായിരുന്നു ഇന്നലത്തേതെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ആരെങ്കിലുമൊക്കെ ഉത്തരവാദിയെന്നോ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കണ്ടുപിടിച്ച് തൽക്കാലം നേതാക്കന്മാരെ രക്ഷിക്കുക എന്നുള്ള ഒരു, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫയർ ഫൈറ്റിംഗ് ആണ് ഇന്നലെ ഗോവിന്ദൻ നടത്തിയത്. അത് അത്ര വലിയ ഗുണം ചെയ്തു എന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് അത് പറയുന്നതിന് മുമ്പ്, ഞാൻ കൂടുതൽ വിശകലനങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഓർത്തുപോയി. ഈ സന്ദേശം സിനിമയിലെ ഒരു സീനില് പിന്നെ പാർട്ടിക്കുള്ളിലെ കുമാരപിള്ള സഹാവ് താത്വികമായ അവലോകനം നടത്തുമ്പോൾ ബാക്കിയുള്ള സഹാക്കൾ പറയുന്നുണ്ട് ഇതൊക്കെ ലളിതമായ ഭാഷയിൽ എന്തുകൊണ്ടൊന്ന് സംസാരിച്ചുകൂടാ, എന്താ നമ്മൾ തോറ്റതെന്ന്. ഇന്നലെ അതിന് സമാനമായ ഒരു ചോദ്യം ഒരു പത്രപ്രവർത്തകനിൽ നിന്നും ഉണ്ടായി. MV ഗോവിന്ദൻ ഈ വിശദീകരണം വെള്ളാപ്പള്ളിയുമായിട്ടുള്ള CPMന്റെ ബന്ധം എങ്ങനെ CPMന്റെ ഇലക്ഷനിലെ പിന്നെ വിജയ സാധ്യതകളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതിനെ കുറിച്ച് ശ്രീ MV ഗോവിന്ദൻ വിശദീകരണം നടത്തിയപ്പോൾ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് മലയാളത്തിൽ വിശദീകരിക്കാമോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. പെട്ടെന്ന് ഒരു നിമിഷം ഈ ഗോവിന്ദൻ ഇങ്ങനെ സ്തംഭിച്ചിരുന്നിട്ട് അദ്ദേഹത്തിന് പിടികിട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞത്, നിങ്ങളുടെ കാതിനാണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീണ്ടും കത്തിക്കയറി. പക്ഷെ ഒരു നിമിഷം അദ്ദേഹവും ആ പ്രതികരണത്തിന് മുന്നിൽ സ്തംഭിച്ചു പോയി. അതായത് എനിക്ക് തോന്നുന്നത് ഗോവിന്ദൻ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയുമായി മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് പാർട്ടിയെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരാൻ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ, അദ്ദേഹം സ്വയം ചെയ്യുകയോ അദ്ദേഹത്തിന് പിന്നെ പാർട്ടിയുടെ മൊത്തത്തിലുള്ള ശ്രമങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു പങ്ക് അതിൽ കൊടുക്കാൻ പറ്റുമോ എന്നും എനിക്ക് സംശയം. ഇതിൽ നമുക്ക് മുഖ്യമായിട്ടും ഈ ബാക്കി ഒരുപാട് ചെറിയ ചെറിയ വിഷയങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. തളിപ്പറമ്പിലെ പിന്നെ ശ്യാമള, അല്ലെങ്കിൽ അപ്പുറത്ത് പിന്നെ പയ്യന്നൂരിലെ തോൽവി, ഇതൊക്കെ ഉണ്ടാവാം. അതൊക്കെ അങ്ങ് മാറ്റി നിർത്തിയാൽ അതൊക്കെ ഒരു മണ്ഡലത്തിലെ ചില വ്യക്തികൾ വിജയിച്ചതോ പരാജയപ്പെട്ടതോ ആയിട്ടുള്ള അത് സംബന്ധിച്ച വിഷയങ്ങളാണ്. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് പാർട്ടിയുടെ നയപരിപാടികളിൽ എവിടെയാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോയത്? ഇത് നോക്കുമ്പോൾ ഇതില് CPMകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു വിലയിരുത്തലിൽ 2000-ന് ശേഷം കേരളത്തിൽ CPMനുണ്ടായ ഒരു വളർച്ച, അതായത് ആന്റണി സർക്കാരിന്റെ കാലത്തിന് ശേഷം ഉണ്ടായ വളർച്ചയിൽ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ CPMന് സാധിച്ചു എന്നുള്ളതാണ്. അതില് ശ്രീ പിണറായി വിജയന് വലിയൊരു പങ്കുണ്ട്. പക്ഷേ ആ മുസ്ലിം വോട്ടുകൾ CPMന്റെ കൈവശം പക്കൽ നിന്നും വഴുതിപ്പോയിരിക്കുന്നു. ഇനി അത് തിരിച്ചു പിടിക്കുന്നത് എങ്ങനെ?
ഇതാണ് ഇതിലെ ഒരു ചോദ്യം. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ പറയും തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ തോൽവിയില് ഈ മുസ്ലിം വോട്ട് CPM-ൽ നിന്ന് പോയത് തന്നെയാണ് നിർണായകമായിട്ട് ഉണ്ടായിരിക്കുന്നത്. അത് അമ്പലപ്പുഴ ആയാലും ശരി അങ്ങനെ തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന CPM സ്ഥാനാർത്ഥി എച്ച് സലാമും തോറ്റുപോയി. അവിടെയും ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ, കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരുടെ വോട്ടുകൾ CPM-ൽ നിന്നും അകന്നു പോയിരിക്കുകയാണ്. അതിന് ഒരുപാട് കാരണമുണ്ട്. ഒരു കാരണം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ പൊട്ടിത്തെറികൾ, ഇതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ടും CPM-ഉം അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയും വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയും തമ്മിലുള്ള സൗഹൃദം, അതല്ലെങ്കിൽ പിന്നെ മറ്റു രീതിയിലുള്ള പിന്നെ SNDP എന്ന സംഘടനയും CPM എന്ന സംഘടനയും തമ്മിലുള്ള ബന്ധം, ആ SNDP സ്വീകരിക്കുന്ന നിലപാട്, ഇതൊക്കെ പിന്നെ മുസ്ലിം സമൂഹത്തിലെ കുറച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതല്ല. പവസ് കരുതുന്നുണ്ടോ SNDP എന്ന സംഘടന ഇതുവരെ സ്വീകരിച്ച ഒരു RSS അല്ലെങ്കിൽ BJP അനുകൂല നിലപാട് CPM-നെ പ്രീണിപ്പിക്കാനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ആ നിലപാടൊക്കെ മാറ്റിയിട്ട് ഇപ്പുറത്തോട്ട് വരുമെന്ന് തോന്നുന്നുണ്ട്? CPM മാത്രം ചിന്തിച്ചാൽ പോരാ. CPM മാത്രം ചിന്തിച്ചാൽ CPM മാത്രം ചിന്തിച്ചാൽ പോരാ ഈ വിഷയത്തില്. കാരണം CPM-ന്റെ വോട്ട് ബാങ്ക് ആണ് SNDP. ഈഴവ സമുദായമാണ് CPM-നെ 1950-കൾ തൊട്ട് ഇപ്പോൾ വരെ നിലനിർത്തിയിരുന്നത്. CPM ആണ്, അല്ല, ഈഴവ സമുദായം. ആ ഈഴവ സമുദായത്തിന് ഒരുപാട് പരിണാമങ്ങൾ ഉണ്ടായി. ഈഴവ സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അന്നത്തെ ഈഴവ സമുദായമല്ല ഇന്ന്. അന്നത്തെ ഈഴവ സമുദായത്തിനേക്കാൾ ആ സമുദായത്തിൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഇന്നത്തെ ഈഴവ സമുദായം ഉന്നതിയിലേക്ക് എത്തി. അപ്പോ ഓരോ സമൂഹത്തിന്റെയും പുരോഗതി അനുസരിച്ച് ആ സമൂഹത്തിന് താല്പര്യങ്ങളിൽ വ്യത്യാസപ്പെടും. അന്നത്തെ മുസ്ലിം സമൂഹമല്ല ഇന്നത്തെ കേരളത്തിലെ മുസ്ലിം സമൂഹം. കേരള മുസ്ലിമിന്റെ താല്പര്യം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. 2000-ലെ മുസ്ലിം സമൂഹമല്ല ഇന്നുള്ള മുസ്ലിം സമൂഹം. കേരളത്തിലെ എൻ്റെ ഒരു വിലയിരുത്തലിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മുസ്ലിം വിഭാഗമാണ് കേരളത്തിലേത്. നിങ്ങൾ ഉത്തർപ്രദേശ് മുസ്ലിമിനെയോ മഹാരാഷ്ട്ര മുസ്ലിമിനെയോ ആന്ധ്ര മുസ്ലിമിനെയോ ഒക്കെ എടുത്തു നോക്കി. തമിഴ്നാട്ടിൽ മുസ്ലിങ്ങൾ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ക്ലൗട്ട് അവർക്കുണ്ട്, ജനസംഖ്യയെക്കാളും വലിയത്. പക്ഷെ എങ്കിലും കേരള മുസ്ലിം വിദ്യാഭ്യാസം കൊണ്ടും ധനശേഷി കൊണ്ടും രാഷ്ട്രീയ ശക്തി കൊണ്ടും കേരള മുസ്ലിമിനെ വെല്ലുവിളിക്കാൻ ഇന്ത്യയിലെ ബംഗാളി മുസ്ലിം ഒരുപാട് എണ്ണം ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെയൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും കേരള മുസ്ലിങ്ങൾ അവരുടേതായ വ്യക്തിത്വവും, അത് കേരള മുസ്ലിമിന്റെ ഒരു പ്രത്യേകത, തദ്ദേശീയ ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ഏക മുസ്ലിം സമൂഹം കേരള മുസ്ലിങ്ങളാണ്. തമിഴ്നാട്ടിലെ മുസ്ലിം പോലും ഉറുദുവാ അവരുടെ പിന്നെ യഥാർത്ഥ ഭാഷ. കർണാടകം തൊട്ട് അങ്ങോട്ട് ഉറുദു, ഹിന്ദി സംസാരിക്കും മുസ്ലിങ്ങളല്ല, കാരണം അവർ ഉറുദു സംസാരിക്കുന്നവരാണ്. അവര് തദ്ദേശീയരിൽ നിന്നും പല കാര്യങ്ങളിലും മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, പല കാര്യങ്ങളിലും അവര് വ്യത്യസ്തരാണ്. കേരളത്തിൽ അങ്ങനല്ല. കേരളത്തിലെ പൊതുസമൂഹം എല്ലാം ഒരേ രീതിയിലാണ് പല കാര്യങ്ങളും. ഇപ്പോ കേരളത്തിലെ നമ്പൂതിരിമാരൊഴിച്ച് ബാക്കി എല്ലാവരും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണ്. കേരളത്തിലെ സവർണ എന്ന് നമുക്ക് പറയാവുന്ന സമുദായം നായർ സമുദായം. നായർ സമുദായം ബഹുഭൂരിപക്ഷവും നോൺ വെജ് കഴിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ഒഴിച്ചാൽ കേരളത്തിലെ നായർ സമുദായം മുഴുവനും നോൺ വെജ് കഴിക്കുന്നവർ. അപ്പോ ഒരുപാട് കേരളത്തിലെ സമൂഹവും മറ്റു സമൂഹങ്ങളും തമ്മിൽ വ്യത്യാസം. ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ കേരളം വിട്ട് അന്യസംസ്ഥാനം. ഇപ്പം നിങ്ങൾ ബാംഗ്ലൂരിൽ പോയാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഹൈദരാബാദിൽ പോയാലുണ്ട്, ബോംബെയിലുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് മലയാളിയായ ഒരു മുസ്ലിം തുടങ്ങിയതാണ്. നിങ്ങൾ കർണാടകത്തിൽ ചെന്നാൽ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ്, മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് നാലപ്പാട് ഗ്രൂപ്പാണ്. ആ നാലപ്പാട് മുഹമ്മദ്, അദ്ദേഹം മലയാളിയാണ്. നിങ്ങൾ പിന്നെ കർണാടകത്തിലെ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനിൽ നാലപ്പാട് അദ്ദേഹത്തിന്റെ മകൻ, ഞാൻ പേര് മറന്നുപോയി അദ്ദേഹം MLA ആണ്, ഇവിടെ കോൺഗ്രസിന്റെ MLA ആണ്. ഇനി കർണാടകത്തിലെ സ്പീക്കർ ആയിരുന്ന UT ഖാദർ
മലയാളവും സംസാരിക്കുന്ന ആളാണ്, പകുതി മലയാളിയാണ്. അപ്പോ ഞാൻ പറഞ്ഞത് ഈ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സി പി എമ്മിന് എത്രത്തോളം പറ്റും? വലിയതായിട്ടൊന്നും സി പി എമ്മിന് ഇന്ന് ശേഷിയില്ല. ദേശീയ തലത്തിൽ ആ, ഉയർത്തേണ്ട ഒരുപാട് വിഷയങ്ങൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ട്. കാരണം അവരുടെ പല സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ സാമൂഹിക താല്പര്യങ്ങൾ ആ, സംരക്ഷിക്കപ്പെടണം, അധികാരത്തിൽ അവർക്ക് പങ്കുവേണം. ധനമുള്ളവൻ അധികാരവും വേണം, അധികാരം ഇല്ലാതിരിക്കാൻ പറ്റില്ല. അംഗസംഖ്യയുള്ളവന് കുറച്ച് അധികാരമെങ്കിലും വേണം. അപ്പോൾ ഇതെല്ലാം കൊടുക്കാൻ സി പി എമ്മിന് പറ്റുമോ? ഞാൻ ഒരു സംശയം കൂടാതെ കണ്ണടച്ച് ഞാൻ മറുപടി പറയാം, അത് സി പി എമ്മിന് പറ്റില്ല. ഇനി സി പി എം എങ്ങനെയൊക്കെ തലകുത്തി നിന്നാലും മുസ്ലിങ്ങള് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കും. സി പി എം ഇപ്പോൾ കാണിക്കുന്ന മണ്ടത്തരം, കയ്യിലുള്ളതും പോവും, പോയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാനും പറ്റില്ല. ഇത് ഈ വെള്ളാപ്പള്ളിയോടുള്ള സി പി എമ്മിന്റെ ഈ ആക്രമണോത്സുകത, അതല്ല അതിന്റെ രീതി. ഒന്നുകിൽ വെള്ളാപ്പള്ളിയെ ഈ രീതിയിൽ ആശ്രയിക്കുന്നതിന് മുമ്പ് സി പി എം അതിന്റെ പരിണത ഫലത്തെ കുറിച്ച് ചിന്തിക്കണമായിരുന്നു. ഈ സാക്ഷാൽ സുകുമാരൻ നായർ പോലും വളരെ ശ്രദ്ധിച്ചാണ് വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നത്. അവര് തമ്മിലുള്ള സൗഹൃദം നിങ്ങൾ ഇണങ്ങി പിണങ്ങിയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ വർഷങ്ങളായിട്ട് SNDP NSS തമ്മിൽ ചിലപ്പോൾ ഇണങ്ങും, ചിലപ്പോൾ പിണങ്ങും, അതങ്ങനെ നിൽക്കും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഒരു എതിർപ്പിലേക്ക് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല. കാരണം അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ആശ്രയിക്കാതെ നിലനിൽക്കാനും പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു സാഹചര്യം ഞാൻ പറയുകയാണ്. ഇപ്പൊ സുകുമാരൻ നായരും തൽക്കാലം സതീശന്റെ ഗുഡ് ബുക്സിലില്ല, കോൺഗ്രസുമായിട്ട് അദ്ദേഹത്തിനും അടുപ്പമില്ല. ഈ ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും തുല്യ ദുഃഖിതരാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് വീണ്ടും പഴയതുപോലെ ഒരു മുന്നണി, ഒരു 2 പൊതുസമ്മേളനങ്ങൾ നടത്തട്ടെ തെക്കൻ കേരളത്തിൽ. അതായത് ആലപ്പുഴ ജില്ലയിലും ഒന്ന് തിരുവനന്തപുരത്തോ, അതല്ലെങ്കിൽ കോട്ടയത്തോ, അതുമല്ലെങ്കിൽ തൃശ്ശൂരോ എവിടെങ്കിലും വെച്ചിട്ട് ഈ സംയുക്തമായി വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കൂടി ഒരു പൊതുസമ്മേളനം നടത്തും. സി പി എം പെട്ടെന്ന് ഈ നിലപാട് മാറ്റും. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറഞ്ഞത് സി പി എമ്മിന് യാതൊരു അടിസ്ഥാന തരത്തിലുള്ള ഐഡിയോളജിക്കൽ അടിത്തറയും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം വിശകലനങ്ങളിലേക്കും ഇത്തരം തീരുമാനങ്ങളിലേക്കും പാർട്ടി പോകുന്നത്. പാർട്ടിക്ക് ഇതുകൊണ്ട് പോയ വോട്ട് തിരിച്ചു പിടിക്കാൻ പറ്റും. പാർട്ടി ആശയത്തെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉപേക്ഷിച്ചു. സി പി എമ്മിന്റെ പിണറായിയുടെ പ്രസംഗങ്ങളിൽ എവിടെങ്കിലും നിങ്ങൾ ഇപ്പോ പാർട്ടിയുടെ പിന്നെ കേന്ദ്ര വിരുദ്ധമോ അല്ലെങ്കിൽ മുതലാളിത്ത വിരുദ്ധമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാറില്ലല്ലോ. ആശയപരമായിട്ടുള്ള സമരം പാർട്ടി ഉപേക്ഷിച്ചു. പാർട്ടി പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക്, അടവ് നയത്തിലേക്ക് തിരികെ എത്തി. ഈ അടവ് നയത്തിലേക്ക് വന്ന സി പി എമ്മിന്റെ ഒരു തിരിച്ചടിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന സി പി എമ്മിന്റെ ഒരു അവസ്ഥ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സി പി എം പതിവ് തന്ത്രം പ്രയോഗിച്ചു. ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. കേരളീയ സമൂഹത്തിൽ വന്നിട്ടുള്ള സാമൂഹിക മാറ്റത്തെയോ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം, പഴയ കാലത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. പഴയ കാലത്ത് പാർട്ടി പ്രവർത്തനത്തിന് വരുന്ന ആളിന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോ പൈസ കൊടുക്കാതെ ആരും പാർട്ടി പ്രവർത്തനത്തിൽ വരില്ല. ഒരു ദിവസത്തെ കൂലി കൊടുക്കാതെ ഇലക്ഷൻ പ്രചാരണത്തിന് പോലും തെക്കൻ കേരളത്തിലൊന്നും ആരെയും കിട്ടത്തില്ല. തൃശ്ശൂർ തൊട്ട് തെക്കോട്ടുള്ള ജില്ലകളിൽ കിട്ടത്തില്ല. എനിക്ക് അറിഞ്ഞുകൂടാ മറ്റ് കണ്ണൂരും പാലക്കാടും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, നിരന്തരമായിട്ട് പാർട്ടി പ്രവർത്തനത്തിൽ വരുന്ന ആളിന് ഫൈനാൻഷ്യൽ കോമ്പൻസേഷൻ കിട്ടാതെ ആരും നിൽക്കത്തില്ല. ഇന്ന് കേരളത്തിലെ പിന്നെ കട്ടൻ ചായയും പരിപ്പോടയും തിന്നുന്ന രാഷ്ട്രീയ പ്രവർത്തനമില്ല. ബിരിയാണിയും മറ്റേ ജ്യൂസും അതുപോലൊക്കെയുള്ള സാധനങ്ങൾ ഇല്ലാതെ ആരും നിൽക്കത്തില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിലെ സാധാരണക്കാരാണ് പണക്കാരെക്കാൾ കുറച്ചുകൂടി നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. പണക്കാർ ചിലപ്പോൾ കുറച്ചുകൂടെ പിശുക്കി കഴിക്കുമായിരിക്കും. ഏറ്റവും സാധാരണക്കാര് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പൈസ മുടക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. മീനും ഇറച്ചിയും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ കേരളത്തിൽ എത്ര പേർക്ക് ഇന്ന് ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഈ മീനും വേണ്ട ഇറച്ചിയും വേണ്ട എന്ന് വിചാരിക്കുന്നവരെ എത്ര പേരുണ്ടാവും? മലയാളിയുടെ ഒരു ദൈനംദിന ചെലവ് തമിഴിനൊന്നും അങ്ങനെയല്ല. തമിഴിനൊക്കെ സംബന്ധിച്ച് ചെറിയ പൈസയിൽ തമിഴ് ജീവിക്കും. നല്ല വീടൊന്നും വേണ്ട. ഇപ്പം വലിയ പണക്കാരായ തമിഴന്മാർ പോലും ഡൽഹിയിൽ വന്നാല് അവിടുത്തെ ചേരികൾ താമസിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അത് പ്രശ്നമൊന്നുമില്ല. അവര് വളരെ പിന്നെ ദിവസങ്ങൾ ഉപയോഗിച്ച
അതായത് ഇപ്പം പല തമിഴന്മാര് രണ്ടോ മൂന്നോ ഒക്കെ ഷർട്ടും പാന്റും ഒക്കെ ഉണ്ടെങ്കിൽ അവർ അതുകൊണ്ട് തൃപ്തരായി ഒരെണ്ണം അലക്കി ഇട്ട് അടുത്തത് ഉപയോഗിക്കും. മലയാളിയുടെ ജീവിത നിലവാരം എക്സ്പെൻഡിച്ചർ വളരെ കൂടുതൽ. അപ്പൊ ഞാൻ പറഞ്ഞത് CPM-ന് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. മലയാളിയുടെ ആസ്പിറേഷൻസ് വ്യത്യസ്തമാണ്. ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. കഠിനമായി അധ്വാനിക്കാൻ ഏത് മലയാളിയെ കിട്ടും? കഠിനമായ ജോലികളൊക്കെ ബംഗാളി ചെയ്യണമെന്നാണ് എല്ലാ മലയാളികളും ചിന്തിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഇടനിലക്കാരനാവാം. ഈ ഇടനിലക്കാരന്റെ കൾച്ചർ ഉണ്ടല്ലോ, അതാണ് കേരളത്തിൽ. ഈ മണൽ ഇടനിലക്കാരൻ, സ്വർണം വിൽക്കുന്നതിന്റെ ഇടനിലക്കാരൻ, അതല്ലെങ്കിൽ പിന്നെ വസ്തു വിൽക്കുന്നതിന്റെ, അതായത് ഭൂമി വിൽക്കുന്നതിന്റെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു തലമുറയാണ് കേരളത്തിലുള്ളത്. അവരെ കൈകാര്യം ചെയ്യാൻ ഈ പറയുന്ന പഴയ കുറച്ച് സിദ്ധാന്തങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് നുണുക്ക് വിദ്യകളുമായിട്ട് വന്നാൽ ഇതൊന്നും പിന്നെ പ്രയോഗത്തിൽ അത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ CPM-ന്റെ ഒരു അപജയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, നമ്മുടെ സമയം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ വിഷയം കൂടെ ഞാൻ പറയുകയാണ്. വീണ വിജയനെ പോലും CPM കൈവിട്ടു. ഇന്നലെ പിണറായിയുടെ സന്തത സഹചാരിയാണ് ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് ഒരു കാര്യം പറഞ്ഞു, വീണ വിജയന്റെ കാര്യം നോക്കുള്ളൂ, അത് നോക്കാനുള്ള പ്രാപ്തി അവർക്കുണ്ട്. പിണറായിയുടെ ഈ ഗോവിന്ദൻ എന്തൊക്കെ ശ്രമിച്ചാലും അടുത്ത സംസ്ഥാനത്തിന് സമ്മേളനം ആകുമ്പോഴേക്കും ഗോവിന്ദന്റെ ചിറ കരിയപ്പെടും. ഗോവിന്ദൻ ഇനി സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയനും അതോടെ താഴ്വിടും. അതായത് അവര് പിന്നെ പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങൾ കേട്ട് അണികൾ വിശ്വസിക്കുന്ന കാലം നഷ്ടപ്പെട്ടു. കേരളത്തിന്റെ അടിസ്ഥാന സ്വഭാവം മാറിക്കഴിഞ്ഞു. കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെള്ളാപ്പള്ളിയെ ചീത്ത വിളിച്ചുകൊണ്ടോ മുസ്ലിങ്ങളെ പിന്നെ ഒന്ന് അടുപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയോണ്ടോ, എന്തെങ്കിലും കുറച്ച് മുസ്ലിം നേതാക്കന്മാരെ ആദരിച്ചുകൊണ്ടോ അവരുടെ കൂടെ വേദി പങ്കിട്ടതുകൊണ്ടോ ഒന്നും കേരളത്തിലെ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കറിയാം ദേശീയ തലത്തിൽ അവർക്ക് CPM-നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. CPM-നേക്കാൾ എത്രയോ ശക്തമായ ഒരു സമുദായമാണ് മുസ്ലിം കേരളത്തിൽ. പണ്ടൊക്കെ RSS-നെ നേരിടാൻ പിന്നെ CPM വേണമെന്നുണ്ടായിരുന്നു. ഫൗസിന് തോന്നുന്നുണ്ടോ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് RSS-നെ നേരിടാൻ CPM-ന്റെ സഹായം വേണമെന്ന്? എനിക്ക് തോന്നുന്നില്ല. അല്ല, കേരളത്തിൽ നല്ലൊരു പുറത്തൊരു ശതമാനം പക്ഷേ വേണമായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു ശതമാനം മുസ്ലിം അങ്ങനെ കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം ദേശീയ തലത്തിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. MP-മാരെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ മുസ്ലിംസും ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന് വോട്ട് ചെയ്യും. പക്ഷേ ഇതേ ആൾക്കാർ നമ്മൾ 2019 നമ്മൾ കണ്ടതാണ്. പക്ഷേ 2021 CPM 99 സീറ്റായിട്ട് ജയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ CPM മുസ്ലിം വിശ്വാസികൾ വിശ്വസിക്കുന്നത് സംസ്ഥാന തലത്തിലോട്ട് വരുമ്പോൾ അത് CPM-ന്റെ പ്രാതിനിധ്യം വളരെ വലുതാണ് എന്നുള്ള തരത്തിലാണ്. പക്ഷേ ഇപ്രാവശ്യം ഇനി എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. അതായത് UDF-ന്റെ ഈ 5 കൊല്ലത്തെ ഭരണകാലം കൊണ്ട് പല മുസ്ലിം സംഘടനകളും ശക്തിപ്പെട്ടു. ആ ശക്തിപ്പെടുന്ന അവര് ശക്തമായ രീതിയിൽ CPM-നെ അവർ പ്രതിരോധിക്കും. കാരണം ഇനി അവർക്ക് CPM ഒരു ബാധ്യതയാണ്. ആ CPM-നെ അവര് വീണ്ടും കാല് പിടിക്കാൻ പോകുന്നെങ്കിൽ അവർ മണ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അവരുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസലിയാർ പോലും നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പലതവണ സന്ദർശിച്ചിട്ടുണ്ട്. ആരുമായിട്ടും നമുക്ക് എൻഗേജ് ചെയ്യാം, ആരുമായിട്ടും കോംപ്രമൈസുകൾ സാധ്യമാണ്. യുദ്ധം ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ പോലും പരസ്പരം സംസാരിക്കാറുണ്ട്. അമേരിക്കയും പിന്നെ അതുപോലെ തന്നെ ഇറാനും തമ്മിൽ സംസാരിക്കുന്നില്ല. അപ്പോ ഒന്ന് BJP ആയിട്ട് ഡയറക്റ്റ് നെഗോസിയേഷൻസ് നടത്തുക ഒന്നാമത്തേത്. രണ്ടാമത്തേത് കോൺഗ്രസ് എന്നുള്ള സംഘടനയെ അടിയുറച്ച് നിന്നുകൊണ്ട് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എൻ്റെ ഊഹത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം അടുത്ത ഒരു 10 കൊല്ലത്തേക്ക് അതങ്ങനെ ഞാൻ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ഒരിക്കലും നിന്നിട്ടില്ല. ബംഗാളിന്റെ ചരിത്രത്തിലും അങ്ങനെയാണ്. ആ പിന്തുണ മാറിക്കൊണ്ടിരിക്കും. അത് ഇഷ്യൂ ബേസ്ഡാണ്, അല്ലാതെ അങ്ങനെ പിന്നെ ഐഡിയോളജി ബേസ്ഡ് അല്ല. കാരണം ഇസ്ലാം ഐഡിയോളജി കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയേക്കാൾ എത്രയോ ശക്തമാണ്. കമ്മ്യൂണിസം ഉണ്ടായിട്ട് ഇവിടെ പിന്നെ 100 കൊല്ലമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ. ഇസ്ലാം ഉണ്ടായിട്ട് എത്രയോ കൊല്ലമായി. ഇസ്ലാം എന്ന പിന്നെ ഒരു ഫിലോസഫി അല്ലെ, അത് ആ ഒരു മതം ഉണ്ടായിട്ട് എത്രയോ നൂറ്റാണ്ടുകളായി. ആ മതം അവർക്ക് അതിൻ്റെതായ രീതിയിൽ പിടിച്ചു നിൽക്കാനാക്കി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാരണവശാലും അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ബംഗാളിൽ ഈ തെറ്റിദ്ധാരണയായിട്ട് നിന്നു. ഇപ്പൊ ഏതാണ്ട് ഒരു മണ്ഡലത്തിൽ ഇപ്പൊ തൃണമൂല് മത്സരിക്കാത്തതുകൊണ്ട് 40,000 വോട്ട് കിട്ടിയോണ്ട് മീശ ഇങ്ങനെ വിരിച്ചിരിക്കുകയാണ്. നാളെ BJP ശരിക്കും കാലൊന്ന് അമർത്തി ചവിട്ടിയാൽ പൊടിഞ്ഞു പോകുന്ന സംഘടനാ ബലമേ ഉള്ളൂ ബംഗാളിൽ CPM-ന്. BJP പണ്ടൊക്കെ പറയും ബംഗാളിനെ നോക്കുക.
എന്തായി ഇപ്പൊ ബംഗാളിലോട്ട് നോക്കത്തേ ഇല്ല, കണ്ണടയ്ക്കുമല്ലോ. ബംഗാൾ എന്ന് കേട്ടാൽ ചെവി അടയ്ക്കും, കണ്ണുമടയ്ക്കും. ഈ യാഥാർത്ഥ്യബോധമില്ലാത്ത ഇത്തരം ആവേശ കമ്മിറ്റിക്കാര്, അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഗോവിന്ദൻ വീണ്ടും അതൊക്കെ ആവർത്തിച്ചു. ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ഗോവിന്ദന് എല്ലാ ആശംസകളും നേരാം. അദ്ദേഹത്തിന്റെ ഈ പാർട്ടിയുടെ പുനർനിർമ്മാണം അല്ലെങ്കിൽ പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ മഹത്തായ പരിശ്രമം നമുക്കും സ്വാഗതം ചെയ്യാം. പക്ഷേ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് എനിക്ക് ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ പത്രസമ്മേളനം. അദ്ദേഹം ഒന്നും പഠിച്ചിട്ടില്ല. പിണറായിയെ സ്വയം രക്ഷിക്കാനും പിണറായിയെ രക്ഷിക്കാനും നേതൃത്വത്തിന്റെ തലയിൽ വരണ്ട പിന്നെ ആക്ഷേപങ്ങൾ ഈ തലയിൽ നിന്ന് വേറൊരു തലയിലോട്ട് എടുത്തു വെച്ചു. ഇംഗ്ലീഷിൽ പാസിംഗ് ദ ബക്ക് എന്ന് പറയാം. അതാണ് ചെയ്തത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ സംഭവ വികാസങ്ങൾ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെയും ഒരിക്കൽ കൂടി നമസ്കാരം.